ഹലോ ഗൈസ്, പിന്നെ നമുക്കിതുപോലെ ഈസി ആയിട്ട് ഒരു ചിത്രം വരച്ചെടുത്താലോ. അപ്പോൾ ആദ്യം നമുക്കതിന് വേണ്ടത് ഹേർട്സ് വരച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് പേപ്പറിൽ ഹേർട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് വരയ്ക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇമേജിൽ നമ്മൾ ഹേർട്ട് വരയ്ക്കുമ്പോൾ എല്ലാം ഒരേ സൈസായിരുന്നാലേ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് A4 കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതും. എന്ന് നിങ്ങൾക്ക് അല്ലാണ്ട് വരയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വരയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ലൈൻസ് വരച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വരച്ചു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഇവിടെ കുറച്ച് വരച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഈ ലൈൻസ് ജോയിൻ ആയ സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് കളർ കൂട്ടി കൊടുക്കാം, ലൈക്ക് ഡെപ്ത് കൂട്ടി കൊടുക്കാം. എന്നിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ആ ഹേർട്സ് ഫില്ല് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ബബിൾസ്, അവിടെ ഒരു ബബിൾസൊക്കെ വരച്ചിട്ടാണ് ഹേർട്ട് ഫില്ല് ചെയ്യുന്നത്. എന്നാലേ നമുക്ക് അവസാനം ഒരു ചെറുതായിട്ടൊക്കെ ഒരു റിയലിസ്റ്റിക് ഫീൽസ് തോന്നുള്ളൂ. റിയലിസ്റ്റിക് അല്ല, കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ബബിൾസ് ഇട്ട് വരച്ചിട്ടുള്ളത്. ഞാനവിടെ എടുത്തിട്ടുള്ളത് ഒരു പിങ്ക് കളറാണ്, പക്ഷേ ഇതൊരു റെഡിഷ് പിങ്ക് പോലത്തെ ഒരു കളറായിപ്പോയി. എന്തോ എന്തോ ഒരു ഇതാണ് അതിൻ്റെ പേര്, എനിക്ക് ഓർമ്മക്കില്ല. എന്നിട്ട് നമ്മളിത് കളർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പം തന്നെ ഇത് കാണാൻ നല്ല രസമുണ്ട്. ചെയ്ത് വന്നപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം കളർ എടുത്തിട്ട് ഈ ഞാൻ ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചെയ്ത് കൊടുക്കുക. പക്ഷെ ഞാനിത് ചെയ്ത സമയത്തും സെയിം കളർ വെച്ച് ചെയ്തപ്പോൾ എനിക്ക് എന്തോ അത് ഇതായി തോന്നിയില്ല. കുറച്ച് നമ്മൾ പറയില്ലേ ഡെപ്ത് കൂട്ടി കൊടുക്കുക സൈഡിലൂടെ. അപ്പം ഞാൻ വേറൊരു ഇതിൻ്റെ തന്നെ സെയിം കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ളൊരു റോസ് എടുത്തിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരച്ചു കൊടുത്താൽ നമുക്ക് ഫൈനൽ ലുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, നമ്മൾ ഇതേപോലത്തെ മോർ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം.